രാജ്യത്ത് 3 HMP വൈറസ് കേസുകൾ സ്ഥിരീകരിച്ചു. ബംഗളൂരുവിൽ 8ഉം 3ഉം മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 2 മാസം പ്രായമുള്ള കുട്ടിക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ചൈനയിൽ കാണുന്ന HMPV വകഭേദം തന്നെയാണോ ഇവരിലുള്ളത് എന്ന് സ്ഥിരീകരിക്കാൻ വിശദമായ പരിശോധന ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധന നടത്താനാണ് ഇപ്പോഴുള്ള തീരുമാനം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ചേരുകയാണ്. ശ്രീനാഥ്, ആശങ്ക വേണ്ട എന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ടെങ്കിലും സാധാരണ നിലയിൽ വെച്ച് പുലർത്തുന്ന ജാഗ്രത അതെങ്ങനെയാണ് ശ്രീനാഥ്? രാജസ്ഥാൻ സ്വദേശിയായ 2 മാസം പ്രായമുള്ള ഒരു കുട്ടിക്കാണ് ഇപ്പോൾ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. രാജസ്ഥാനിലെ തുൻഗാർപൂർ സ്വദേശിയാണ് ഈ കുട്ടി എന്നതാണ് മനസ്സിലാക്കുന്നത്. അഹമ്മദാബാദിലെ ചാന്ദ്കേദയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് കുട്ടി ഇപ്പോൾ ഉള്ളത്. ഇന്നല്ല യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ പരിശോധനാ ഫലം പോസിറ്റീവായി വരുന്നത്. അത് 26-ാം തീയതിയാണ്. പിന്നീട് ഈ വിവരം ഈ ആശുപത്രിയിൽ നിന്ന് ആരോഗ്യ വിഭാഗത്തിലേക്ക് എത്താനെടുത്ത ഒരു താമസം കൊണ്ടാണ് ഈ രോഗവിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കഴിഞ്ഞ മാസം 26-ാം തീയതിയാണ് കുട്ടിയെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് റെസ്പിറേറ്ററി ഇൻഫെക്ഷനെ തുടർന്ന് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അല്പം ഗുരുതരാവസ്ഥയിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. വെന്റിലേറ്ററിൻ്റെ സഹായം ആ ഘട്ടത്തിൽ വേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ കുട്ടി ഏതായാലും സ്റ്റേബിളാണ്. കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ സാധാരണ നിലയിലാവുകയാണ്. കുട്ടി വീട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലുമാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ആ ഘട്ടത്തിൽ കുറച്ച് ഗുരുതര സ്വഭാവം ഉണ്ടായിരുന്നു. ഏതായാലും 26-ാം തീയതിയാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഇപ്പോൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധന സാമ്പിൾ എത്തിച്ചുള്ള പരിശോധനയൊക്കെ ഇനി നടക്കേണ്ടതുണ്ട്. ഏതായാലും ആശുപത്രിയിൽ നടത്തിയിട്ടുള്ള ഒരു സാമ്പിൾ പരിശോധനയിലാണ് ഇപ്പോൾ രോഗവിവരം മനസ്സിലായിട്ടുള്ളത്. ഗുജറാത്തിൽ നേരത്തെ തന്നെ ഈ രോഗവുമായി ബന്ധപ്പെട്ട് വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് ഒരു ഗൈഡ് ലൈൻസ് സർക്കാർ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയതാണ്. ആ ഗൈഡ് ലൈൻസ് മുന്നോട്ട് പോകുമ്പോഴും വലിയൊരു ആശങ്കയ്ക്കൊന്നും ഒരു സാധ്യതയില്ല എന്നതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. കാരണം ഈ രോഗലക്ഷണങ്ങൾ അതിതീവ്ര ഗുരുതരാവസ്ഥയിലേക്കൊന്നും പോകാൻ സാധ്യതയില്ലാത്തതാണ്. ജലദോഷത്തിന് സമാനമായ അവസ്ഥകളൊക്കെയാണ് പലപ്പോഴും കുട്ടികൾ കാണാറുള്ളത്. അതുകൊണ്ട് അമിതമായ ഒരു ആശങ്ക വേണ്ട. ബംഗളൂരുവിൽ 8-3 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 2 മാസം പ്രായമുള്ള കുട്ടിക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.